അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് കോസ്റ്റ് ഷീറ്റിനെ കുറിച്ചാണ്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. എങ്ങനെ റിവൈസ് ചെയ്യാം? ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ്. ആഡ് ഏതാ? ഫാക്ടറി ഓവർ ഹെഡ്. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് ഏതാ? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? വർക്ക് കോസ്റ്റ്. ആഡ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്നിട്ടാണ് ഏത് ആഡും ലെസ്സും ചെയ്യുക? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ്. അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരാണെന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്ത് ആഡ് ചെയ്യണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ കിട്ടുന്നതാണിത് കോസ്റ്റ് ഓഫ് സെയിൽസ്. റോ മെറ്റീരിയൽ എവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക? ഡയറക്റ്റ് മെറ്റീരിയൽ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കൺസ്യൂംഡ്. മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് എന്താ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ആഡ് എക്സ്പെൻസ് ഓൺ പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 14 അതുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ? എന്തൊക്കെയാണ്? റോ മെറ്റീരിയലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ഉണ്ട്, പർച്ചേസ് ഉണ്ട് അല്ലേ, വേജ് പെയ്ഡ് ഉണ്ട്. വേജ് പെയ്ഡ് പറയുമ്പോൾ ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ് പിന്നെ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ സെല്ലിംഗ് ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഓക്കെ അല്ലേ? ചെയ്യല്ലേ? ചെയ്തു. ഒരുമിച്ച് ചെയ്യാം. കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടോ അവിടെ? ഇല്ല. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ കാണണമെങ്കിൽ ഡയറക്റ്റ് മെറ്റീരിയൽ അങ്ങനെ പറ്റില്ല അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? ഒന്ന് ശ്രദ്ധിക്കുക. ഞാനത് ചെയ്യാം. അത് ചെയ്താൽ നോക്ക് എങ്ങനെയാണ് കാണിക്കുക? ഡയറക്റ്റ് മെറ്റീരിയൽ എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആഡ് ഏതാ? പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 60,000. എത്രയാണ് പർച്ചേസ് ചെയ്തത്? 9 lakh. എത്രയാണ് ക്ലോസിങ്? 50,000. എത്ര വരും? ലെസ്സും ആഡൊക്കെ ചെയ്താൽ 9,10,000 അല്ലേ? അല്ലേ? അടുത്തായിട്ട് ഏതാ? ഡയറക്റ്റ് ലേബർ ഉണ്ട്, വേജ് പെയ്ഡ് ഉണ്ട്, അതന്നെ ഡയറക്റ്റ് ലേബർ. എത്രയാണ്? 5 lakh. ഡയറക്റ്റ് എക്സ്പെൻസ് ഇല്ല, ഉണ്ടോ? അപ്പോൾ പ്രൈം കോസ്റ്റ് ആയി. എത്ര പ്രൈം കോസ്റ്റ് ആയി? 14,10,000. എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ആഡ് ഏതാ? ഫാക്ടറി ഓവർ ഹെഡ്. എത്ര ഫാക്ടറി ഓവർ ഹെഡ് ഉള്ളത്? 2 lakh. അപ്പം തന്നെ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ 24,000. മറ്റെത്രയാ? ആഡും ലെസ്സും ചെയ്തിട്ട് എത്ര വരും? 16,04,000. ഓക്കെ അല്ലേ? അപ്പോൾ കിട്ടുന്നതിൻ്റെ പേരെന്തായിരുന്നു? വർക്ക് കോസ്റ്റ്. ആഡ് ഏതാ? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാ? 50,000. അപ്പോൾ എത്ര വരും? 16,54,000. ഇതാണ് ഏത് വരാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതിൻ്റെ കൂടെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും എന്തും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും എന്ത് ആഡും ലെസ്സും ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയായിരുന്നു? 1,20,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 10,000. ആഡ് ലെസ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എത്ര വരും? 16,00,000. ഓക്കെ. ദെൻ ആഡ് ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതും തന്നിട്ടുണ്ട്. എത്രയാണ്? 30,000. ആഡ് ചെയ്താൽ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. എത്ര വരും? 94,000. ആഡ് ഏതാ? പ്രോഫിറ്റ്.
അപ്പോൾ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. എത്ര സെയിൽസ് വരാം? 20 lakh. സ്വാഭാവികമായിട്ടും ബാലൻസ് ഫിഗർ ആയിരിക്കും ഏതുണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവുക. എത്ര വരും? 3 lakh. സിമ്പിൾ അല്ലേ? ക്ലിയർ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി അല്ലേ? ശരി.